പുണ്യ സിയാർ എഴുതിയ കുളം കര കുളം എന്ന പുസ്തകമാവട്ടെ എന്ന്. പുസ്തകത്തിൻ്റെ 2ാം പതിപ്പാണ് എൻ്റെ കൈവശമുള്ളത്. DC ബുക്ക് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് കേട്ടോ അത്. 11 ഷോർട്ട് സ്റ്റോറീസ് അടങ്ങിയ ഒരു പുസ്തകമാണ് കുളം കര കുളം. ഇതിൽ ഓരോ സ്റ്റോറീസിനെ കുറിച്ചുണ്ടല്ലോ നമുക്കൊരു റീൽ ഇടേണ്ടി വരും. അത്രയും മികച്ച് നിൽക്കുന്ന സ്റ്റോറീസാണ് കേട്ടോ. ഒന്നിനോടൊന്ന് വേറിട്ട് നിൽക്കുന്ന നല്ല വെറൈറ്റി ഉള്ള ഡെപ്തുള്ള സ്റ്റോറീസാണ് ഈ പുസ്തകത്തിലെ ഓരോന്നും. നമ്മുടെയൊക്കെ ജീവിതം, നമ്മളൊക്കെ ജീവിക്കുന്ന ചുറ്റുപാട് ഇത്രയും മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നതുണ്ടല്ലോ, നമ്മളൊന്നും മൈൻഡ് ചെയ്യാതെ പോയിട്ടുള്ള കുറച്ച് ആളുകളെ കൊണ്ടാണെന്നുള്ളൊരു തിരിച്ചറിവ് തരുന്ന ഒരു കഥയാണ് ഈ പുസ്തകത്തിലെ വാട എന്ന കഥ. ചെറുപ്പത്തിലേ ഉണ്ടായ ചെറിയ ചെറിയ ഇൻസിഡൻസ് ആയിരിക്കാം, പക്ഷെ അതൊക്കെ കൂടി നമുക്ക് വലിയൊരു ട്രോമയായിട്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളത് വേട്ടയാടെന്ന് പറയുന്ന ഒരു കഥയാണ് ഈ പുസ്തകത്തിലുള്ള ബ്രേക്കപ്പ് പാർട്ടി എന്ന കഥ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയൊരു പെണ്ണിൻ്റെ കഥ പറയുകയാണ് കുഞ്ഞിമേരിയും റൂമിയും. പിന്നെ വായനക്കാരെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് നിർത്തുന്ന അടക്കം എന്ന കഥ. ഈ ആചാരങ്ങൾക്കും അവകാശവാദങ്ങൾക്കൊക്കെ ഇടയ്ക്ക് കാണാതെ പോയൊരു മനസ്സിൻ്റെ കഥ പറയുകയാണ് 8ാം നാൾ പുലർച്ചെ എന്ന കഥ. ഇത് കൂടാതെ തന്നെ പ്രതികാരത്തിൻ്റെയും ചതിയുടെയും സ്നേഹത്തിൻ്റെയും ഒത്തിരി കഥകളുള്ള ഒരു കുട്ടി പുസ്തകമാണ് കേട്ടോ കുളം കര കുളം എന്ന പുസ്തകം. ഈ പുസ്തകത്തിലെ ഓരോ കഥകളും സാമൂഹ്യപരമായിട്ട് കൂടി വെളിച്ചം വീശുന്ന കഥകളാണ് കേട്ടോ. സാമൂഹികപരമായിട്ട് രാഷ്ട്രീയ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന ഒരു പുസ്തകമാണിത്. ഈ എഴുത്തുകാരിയുടെ ആദ്യത്തെ പുസ്തകമാണെന്ന് പറയുകയില്ല കേട്ടോ. അത്രയും തഴക്കം വന്നൊരു എഴുത്തെന്നൊക്കെ പറയാൻ പറ്റുന്ന എഴുത്താണ് ഈ പുസ്തകത്തിലുള്ളത്. മിസ്സാക്കാതെ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് കേട്ടോ. പുണ്യ സിയാർ എഴുതിയ കുളം കര കുളം.